കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമയുടെ പത്രസമ്മേളനത്തിൽ വലിയ വാക്കുകാർക്കുണ്ടായില്ലേ? വലിയ വാക്കുകാർക്കുണ്ടായി. ബിനു അടിമാലിയൊക്കെ വലിയ വാക്കുകാർ ധർമ്മനോട് അതെന്താണ് ശരിക്കും അത്തരം ഒരു വാക്കുകാർക്കത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു? കാര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും 101% ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതിനൊരു വേദി അതായിരുന്നില്ല. എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കൂലായിരിക്കും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് അത് വീണ്ടും വലിച്ചു കീറണ്ട. ബിൻചേട്ടൻ എന്നോട് ചിലപ്പോൾ പിണക്കമായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ട്, ബോഡി ഷെയ്മിങ് അല്ലാത്ത അവർക്കാണ്, ഇത് കേൾക്കുന്ന നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ്. അപ്പം അത് വീണ്ടും അപ്പുറത്തിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെതായ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. വേണ്ടായിരുന്നു തോന്നിയോ പിന്നീട്? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് ചേട്ടാ. അതിനുശേഷം ബിനുവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചു. എന്തു പറഞ്ഞു? ബിൻചേട്ടൻ ഇച്ചിരി വിഷമം ഉണ്ടായി എന്ന് തോന്നണം. പക്ഷെ അത് മനസ്സിലാവും, ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അതെന്താണെന്നറിയോ, പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷേ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി. ഇതൊരു വലിയ വാർത്തയായില്ലേ, ആ സമയത്ത് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാള് അതിനൊരു കൂടെ ഇരിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള ആള് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അത് വേണ്ടിയിരുന്നില്ല. ഏറ്റവും ദേഷ്യം എന്തിനോടാണ് തോന്നാറുള്ളത്? ഏറ്റവും ദേഷ്യം അത് കോമഡിയാണ്. ഏറ്റവും ദേഷ്യം എന്തിനോടാ തോന്നുന്നത്? ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം തോന്നും. ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് പറയണം. എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത്. ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ. ഇപ്പോൾ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും, നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റാണ്. അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും. നിങ്ങൾ ഭാര്യനോട് ചോദിച്ചു നോക്കിക്കോളൂ. നമ്മൾ ചെല്ലുമ്പോൾ സീറ്റില് അല്ല, നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് കേട്ടോ, അത് സ്വാഭാവികമാണ്. സ്വാഭാവികമല്ല, ഇതാണ് നടക്കുന്നത്. എന്റെ വീട്ടിലും ഇതിന് ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. നമ്മളിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട്, ഇനി ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിൽക്കാനായിട്ട്. ജസ്റ്റ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അതാണ് ഏറ്റവും ദേഷ്യം. അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ദേഷ്യം എനിക്കങ്ങനെ പൊതുവേ ദേഷ്യം. നന്നായിട്ട് ചെയ്യുന്ന ആണുങ്ങളോട് ദേഷ്യമൊന്നും ചിലർ പോയി എന്ത് നീറ്റായിരിക്കും അറിയാം. പക്ഷെ ഒരു 80% പേര് തെറ്റിക്കും. ഇതിടണ്ടോ, ഇതാണ് ഇടേണ്ടത്. അല്ല ഇപ്പം മഞ്ജു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അല്ല ഞാൻ സ്കൂളിലൊക്കെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ പ്രേമിക്കേണ്ടെന്നും അതൊന്നൊക്കെ ഇവരൊക്കെ പറയും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ആ പ്രായത്തിൽ പിള്ളേര് പ്രേമിക്കില്ലേ? പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ ചന്തിക്കിട്ട് അടി തരുമെന്ന് പറയും. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണേന്റെ ഇല്ല, സീറ്റ് പൊക്കി വെക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? വെള്ളം ഒഴിക്കണമല്ലോ. വെള്ളം ഒഴിക്കും, വെള്ളം ഇവരൊഴിക്കും, സീറ്റ് പൊക്കി വെക്കൂല. അവിടെ എല്ലായിടത്തും നിക്കാൻ കൂടി പറ്റൂല. ഇതാണ് അവസ്ഥ. അല്ല, ഇത് തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ വന്നു മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കുമല്ലോ ഈ കാര്യത്തില്. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ബാക്കിയുള്ള. ഞാൻ ഇന്ന് ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കായിരുന്നു. അതേ സാറിനോട് പറയണം. അതല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ അല്ല, ഇത് സീരിയസ് ആയിട്ടുള്ള ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞ പാടാണ്. അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ടാ. അല്ല, സത്യം കേട്ടോ. അതെ, ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, കാര്യമായിട്ട് പറഞ്ഞതാ. ചിരിച്ചോണ്ടെടുക്കുമ്പോഴും അതിനകത്ത് സീരിയസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് കൃത്യമായ പോയിന്റാന്ന് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നുണ്ടെന്നേ. അത് എല്ലാ വീട്ടിലും അനുഭവിക്കുന്ന എടുത്തു പറഞ്ഞില്ലേ? ഞാൻ എന്റെ കാര്യങ്ങളും പറഞ്ഞില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് പറയാനുള്ളത്? അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും.
എന്തോ പെട്ടെന്ന് നമുക്ക് വായുവിളവ് മേടിക്കാൻ പോകുന്ന സ്പീഡാണ് പോയിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ള ഇറങ്ങി. ആ അതിനുള്ളിൽ ഞാൻ ഉദാഹരണം പറയേണ്ട കറക്റ്റ്. അതെ, നമ്മളൊരു അത്യാവശ്യത്തിന് ചെല്ലുമ്പോഴല്ലോ ദൈവം ഇതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതൊരു കാര്യം. രണ്ട്, ഇതേപോലെ ഈ ബോഡി ഷെയ്മിങ് ബോധപൂർവം അല്ലാതെ ഒക്കെ നടത്തുന്ന പാവം മനുഷ്യരൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. പിന്നെ പൊട്ടം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ്, പൊട്ടിക്കുട്ടി, മണ്ടിക്കുട്ടി, ക്യൂട്ട്നെസ്. പക്ഷേ എല്ലാം അറിയാം. നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ അവർ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ആരാണ് ചെയ്തത്? അയ്യടാ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, എന്നോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ മഞ്ജു പറയുന്നത്. അല്ലാതെ മഞ്ജു ഒരിക്കലുമല്ല. മഞ്ജുവിന്റെ അടുത്ത് നല്ലതായിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് എന്ന് ന്യൂട്രലിൽ നിന്നിട്ട് മഞ്ജുവിനുള്ള പണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മഞ്ജു പറയാൻ പറ്റില്ല. പണിയൊന്നും തന്നിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയല്ല, അങ്ങനെ അല്ലല്ലോ ഇയാൾ, അങ്ങനെ അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ചിലപ്പോൾ അവരുടെ നിലനിൽപ്പായിരിക്കും. നിലനിന്ന് പോട്ടെ, നമ്മൾ അതിനെ തിരുത്താനൊന്നും നിൽക്കില്ല. അങ്ങനെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഉണ്ട്, അതുകൊണ്ടല്ലേ പറയുന്നത്. അത് കൃത്യമാണ്. മഞ്ജുവിന് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പം ആരെയായിരിക്കും വിളിക്കുക? ആരെയായിരിക്കും വിളിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിയായിരിക്കും വിളിക്കുക. ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിക്കും കേട്ടാൽ ടെൻഷൻ അടിക്കണ വല്ല കാര്യമാണെങ്കിൽ സിമീനെ വിളിക്കും, എൻ്റെ കൂട്ടുകാരി. ഒരു ഫ്രണ്ട് എന്ന് പറയാനാണെങ്കിൽ ഒരാളുടെ പേര് ആദ്യം പറയാൻ ആരെ കഴിയും? ഓഫ് കോഴ്സ് സിമി തന്നെയാണ്. എൻ്റെ ആൺസുഹൃത്തുക്കളാണോ കൂടുതൽ, പെൺസുഹൃത്തുക്കളാണോ കൂടുതൽ? എല്ലാവരും ഉണ്ട്. ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ എങ്ങനെ പിന്നീട് നോക്കിക്കാണും? നമുക്കിപ്പം ഞാൻ പറയാണ് മഞ്ജുവിനെ ഇന്നാൾ ചതിച്ചിട്ടുണ്ട് മഞ്ജു, അത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഉപയോഗിച്ച് പറഞ്ഞാൽ മഞ്ജു എന്ന് ഞാൻ പറയുന്നു. മഞ്ജു ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? നേരിട്ടുണ്ടായെങ്കിലേ വിശ്വസിക്കുള്ളൂ. പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കൂല. അതിന് എന്തെങ്കിലും പ്രൂഫ് എനിക്ക് കാണണം. കണ്ടാൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും ചോദിക്കും. നേരിട്ട് ചോദിക്കുമോ അതോ പിന്നീട് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും? അയ്യോ, ഇല്ലില്ല, നേരിട്ട് ചോദിക്കും. നീ അങ്ങനെ ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. ചെയ്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തും. പിന്നെ അങ്ങനെ വ്യക്തികളെ മാറ്റി നിർത്തിയിട്ടില്ല? ഇല്ല, ഇതുവരെ ഇല്ല. മാറ്റി നിർത്തേണ്ടായി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒരു ജീവിതം തുടങ്ങിയെന്ന് പറയാം അല്ലേ? നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോഴാണ് സേഫായി സ്വന്തം വീടായി. ഈ ഒരു ജീവിതം യാത്രയിൽ നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഫീൽഡ് എന്തായിരിക്കും? അഭിനയം മാത്രമായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്തെങ്കിലും, നമുക്ക് നേരത്തെ പറഞ്ഞ പൈസ വേണമല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് ഇനി ഒരു ഇതുണ്ടായാൽ എനിക്ക് അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവണം. അത് ഇന്ത്യ മുഴുവൻ ഒക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാവണം എന്നൊക്കെ അത് ചിലപ്പോൾ ഞാനൊരു 4-5 വർഷത്തിനുള്ളിൽ ആ സ്വപ്നത്തിലോട്ടൊക്കെ ചിലപ്പോൾ എടുത്തു വെക്കാൻ ദൈവം അനുഗ്രഹിച്ചാൽ. പൈസ ഇല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 വർഷം പറഞ്ഞത്. 5 വർഷം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, നല്ല ഫുഡ് കൊടുക്കണം. ഈ കുന്തം കുറച്ചക്രമൊന്നും ചേർക്കാത്ത നല്ല ഭക്ഷണം. എനിക്ക് ഫുൾ ടൈം അവിടെ നിൽക്കണം. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ മാറും.